Hi friends, we'll quickly talk about Goa Institute of Management out of forms out ആണ്. സോ എല്ലാ തവണത്തെ പോലെയും ഇത്തവണയും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് അവരുടെ ഒരു അഡ്മിഷൻ പ്രോസസ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അഗെയിൻ ട്രാവലിംഗ് ആണ്, മുംബൈയിലാണ്, ഓപ്പൺഗ്രാഡിൽ തന്നെ കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ടി വന്നതാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. സോ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വളരെ ലെഗസി ബി സ്കൂളാണ്. ലെഗസി ബി സ്കൂൾ എന്ന് പറയുമ്പോൾ 1993 സ്റ്റാർട്ട് ചെയ്ത ഏതാണ്ട് 30 years old. അതായത് IIM കോഴിക്കോട് ഇൻഡോറിനെക്കാളും കുറച്ചുകൂടി പഴക്കമുള്ള ബി സ്കൂൾ. പക്ഷേ കോഴിക്കോട് ഇൻഡോറുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി വൈ? ബിക്കോസ് ഇതൊരു Tier 2 ബി സ്കൂളാണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഐ ഡു എ വീഡിയോ ഓൺ IMT ഗാസിയാബാദ് ആൻഡ് IMI ഡൽഹി. IMT ഗാസിയാബാദ്, IMI ഡൽഹി ആൻഡ് XIMB അതൊക്കെ ഏതാണ്ട് ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു 90% റേഞ്ചിലുള്ള ബി സ്കൂൾസ് ആണ്. ദെൻ ഒരു 85 to 90 അല്ലെങ്കിൽ ഒരു 80 to 90% ബെൽറ്റിൽ, അതായത് ഈ XIMB, IMT ഗാസിയാബാദ് ആൻഡ് IMIയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ബി സ്കൂൾസ് ആണ് ടാപ്മി, KJ സോമയ്യ, ഗ്രേറ്റ് ലേക്സ് ആൻഡ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇത് നാലും ഏതാണ്ട് റാങ്കിങ്ങിലും ഏതാണ്ട് ഒരേ സ്ഥലത്ത് വരില്ല. ഞാൻ ഏതാണ്ട് ഒരേപോലെ കാണുന്ന ബി സ്കൂൾസ് ആണ്. പക്ഷേ ഈ ബി സ്കൂൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ വിൽ ടോക്ക് ഇൻ ദിസ് വീഡിയോ, വിൽ ടോക്ക് അബൌട്ട് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവസാനം വരെ കാണുക, ബിക്കോസ് ഈ കോളേജിനെ കുറിച്ചും അതിന്റെ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനത്തെ ഒരു 3-4 മിനിറ്റ് ആയിരിക്കും ഞാൻ പറയുന്നത് ഇതിന് ആരൊക്കെ ഇപ്പൊ അപ്ലൈ ചെയ്യണം, ആരൊക്കെ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺഡ്. ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് CAT, SAT ആൻഡ് CMAT അക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്, ബിക്കോസ് കാറ്റിന് ബാക്കപ്പ് ആയിട്ട് സാറ്റ് എഴുതാൻ ഞാൻ എല്ലാവരുടെ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി സാറ്റ് എന്തായാലും എഴുതണം. അതിപ്പോ തന്നെ അപ്ലൈ ചെയ്തോ. കാരണം ബൈ ഡീഫോൾട്ട് നിങ്ങളുടെ കാറ്റ് എത്ര നല്ലതും ആയിക്കോട്ടെ, നല്ലതാണെന്ന് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞ് തോന്നിയാലും നിങ്ങൾ സാറ്റിന് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടി വരും. സോ കാറ്റ് കഴിഞ്ഞിട്ട് 4-5 ദിവസം കൂടി ഉണ്ട് സാറ്റിന് അപ്ലൈ ചെയ്യാൻ. ബട്ട് ഡെഫിനറ്റ്ലി ഡു അപ്ലൈ ഫോർ സാറ്റ് ഇഫ് യു ആർ എ സീരിയസ് ആസ്പിറൻസ് ഓർ കാറ്റ്. CMATും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ CMAT എക്സ്പെക്ടഡ് കട്ട് ഓഫ് 98 to 99%. കാറ്റിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 80 to 85, 87%. 80% ഉണ്ടെങ്കിൽ കയറാം ഇഫ് യു ആർ ഹാവിംഗ് ഗുഡ് പ്രൊഫൈൽ. സോ ദർ ഇസ് സംതിങ് കോൾഡ് അച്ചീവേഴ്സ് റൗണ്ട്. ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് ദെൻ സാറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 82%, കാറ്റിനെക്കാളും കുറച്ച് കുറഞ്ഞ പെർസെൻറ്റേജിൽ നമുക്ക് സാറ്റ് വെച്ച് കയറാൻ പറ്റും. സോ ബാക്കപ്പ് ഉണ്ട്. ബെസ്റ്റ് ഓഫ് 3 ആണ് എപ്പോഴും എടുക്കുക. നമ്മൾ ഈ ഒന്ന് കൂടുതൽ എക്സാംസ് അക്സെപ്റ്റ് ചെയ്യുന്ന കൂടുതലും ബി സ്കൂൾസ് ബെസ്റ്റ് ഓഫ് എക്സാംസ് ആണ് എടുക്കുക. അപ്പൊ കാറ്റ് പാളിയാൽ സാറ്റ് ഉണ്ട്, ഈ സാറ്റ് മോശമായാലും കാറ്റ് നല്ലതാണെങ്കിൽ അത് വെച്ചിട്ട് കയറാനും പറ്റും. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് ദി പ്രോഗ്രാം. 5 പ്രോഗ്രാംസ് ഉണ്ട്, മെയിൻലി 4 പ്രോഗ്രാംസ്. ഒരെണ്ണം വളരെ പുതിയതാണ്. ഐ വിൽ ക്വിക്ലി ടോക്ക് അബൌട്ട് ദി പ്രോഗ്രാംസ്. PGDM എന്ന് പറയുന്നത് MBA പ്രോഗ്രാം ആണ്. നമ്മുടെ IIM-ലൊക്കെ ഉള്ള പോലെ തന്നെ ജനറൽ മാനേജ്മെന്റ് MBA പ്രോഗ്രാം, വിച്ച് ഈസ് ദർ ലെഗസി പ്രോഗ്രാം. സോ ഒരു കോളേജിൽ ഇപ്പൊ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പൊ MBA ഇൻ ടൂറിസം മാനേജ്മെന്റ്. പക്ഷേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ IIM ഇൻഡോർ നാളെ MBA ഇൻ ടൂറിസം മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു വെരി ന്യൂ കോഴ്സാണ്. അപ്പൊ അതിനുള്ള പ്ലേസ്മെന്റ്സ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും, മെയിൻ ബാച്ചിന്റെ കൂടെ ആവണമെന്നില്ല. അവർക്ക് അത്ര അലൂമിനി സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ അവിടുത്തെ MBA പ്രോഗ്രാം ആണ് അവരുടെ തുടക്കം തൊട്ടുള്ള ലെഗസി പ്രോഗ്രാം. സോ അതുപോലത്തെ ലെഗസി പ്രോഗ്രാം PGDM ആണ്. ദെൻ ദേ ആർ ഹാവിംഗ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഇൻ അനലിറ്റിക്സ്. സോ ഇതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ BAFS ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. HCM ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കൂടുതലായിട്ട് ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. സമ്മൺ വേ ഹാവ് ഡൺ ദെയർ FARM-D, MBBS, BDS അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. ആൻഡ് ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് BDA ഇസ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഒരു അനലിറ്റിക്സ് പ്രൊഫൈൽ അല്ലെങ്കിൽ ടെക് പ്രൊഫൈൽ അല്ലെങ്കിൽ പ്രൊഡക്ട് മാനേജ്മെന്റ് പ്രൊഫൈൽ എല്ലാം ഒരു ബി സ്കൂളിൽ നിന്നാണെങ്കിലും കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അതിൽ പോയിട്ടൊരു കാര്യമുള്ളൂ. കാരണം ഈവൻ കമ്പനീസ് റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ദേ വിൽ ബി ആസ്കിങ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തരാനാ പറയാ. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ദേ വിൽ ബി ഹ്യൂജ് ഡിസഡ്വാൻറ്റേജ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഇഫ് യു ആർ ഗോയിങ് ഫോർ BDA യു ആർ ഹാവിംഗ് സർട്ടൻ ലെവൽ ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. IDAക്ക് ദേ ഹാവ് മാൻഡേറ്ററിലി ടോൾഡ് ലൈക്ക് 30 months വർക്ക് എക്സ്പീരിയൻസ് വേണം. 30 മാസം വർക്ക് എക്സ്പീരിയൻസ്, 2.5 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് IDAയിൽ. പക്ഷെ ഐ വോണ്ട് റെക്കമെൻഡ് IDA. വൈ? ബിക്കോസ് IDA ഒരു പുതിയ കോഴ്സാണ്. 2 വർഷത്തെ പ്രോഗ്രാമിൽ 1 വർഷം ഗോവയിലും 1 വർഷം ഇന്റർനാഷണൽ പോർച്ചുഗലിലുള്ള ഒരു നോവ ബിസിനസ് സ്കൂൾ എന്നാണ് പറയുന്നത്. സോ ഈ നോവ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്കൂളൊന്നും അല്ല. ഇവരെങ്ങനെ ഒരു ടൈപ്പ് ഒപ്പിച്ചതാവണം. അപ്പൊ അവിടെ പോയതുകൊണ്ട് ആ ഒരു ഡിഗ്രി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്ലേസ്മെന്റ്സ് എല്ലാം ഇന്ത്യയിലായിരിക്കും സംഭവിക്കുന്നത്. സോ അതും പോർച്ചുഗലിലുള്ള ഡിഗ്രി ഉള്ളത് കൊണ്ട് ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ല. ആൻഡ് നിങ്ങൾ ഏതൊരു IIM-ലോ ഏതൊരു നല്ല ബി സ്കൂളിലോ ഏത് പ്രോഗ്രാമിന് പോയാലും ദർ ഇസ് ആൻ ഓപ്ഷൻ ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അതാണ് ഇതിനേക്കാളും ബെറ്റർ. നിങ്ങൾക്കൊരു വിദേശ രാജ്യം കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു ടേമിൽ നിങ്ങൾക്ക് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് പോയിട്ട് വരാം. ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. Now number of seats 300 seats in their core program, 60
in BAFS and healthcare management. Big data 150 and ideally പുതിയ കോഴ്സിൽ 30 is the batch intake. Now if you look at the fees, 20 lakhs fees ഉണ്ട്, ഒരുപാട് scholarships ഉണ്ട്. I'll talk about that. 20 lakhs ആണ് ഫീസ്, which is at par with നമ്മുടെ ഒരു IIM കോഴിക്കോട് ഇൻഡോർ അല്ലെങ്കിൽ പല ബി സ്കൂൾസിന്റെയും, ഞാൻ നേരത്തെ വീഡിയോ ഇട്ട ബി സ്കൂൾസിന്റെയും റേഞ്ചിലുള്ള ഒരു ഫീസാണ്. പക്ഷേ അവരുടെ ആവറേജ് പാക്കേജ് 15 lakhs ആണ്. സോ ഈ 15 lakhs കാണുമ്പോൾ ഒരുപാട് പേര് നെറ്റ് ചുളിക്കുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഇതുവരെ ഞാൻ ചെയ്ത ബി സ്കൂൾസ് എല്ലാം നിത്യ അല്ലെങ്കിൽ IIM മുംബൈ, MDA ഗുർഗാവൺ, പിന്നെ FMS പോലെയുള്ള ബി സ്കൂൾസ് ഒക്കെ ആയിരിക്കും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവുക. ഓൾ ടുഗദർ ഞാൻ 15 lakhs, ഈവൻ ഞാൻ XIMB ചെയ്തിട്ടുണ്ട്, IMT ഇപ്പോൾ ചെയ്യും. അപ്പോൾ അതിലൊക്കെ ആണെങ്കിലും ഒരു 20 lakhs റേഞ്ചിൽ ആവറേജ് മിനിമം ടച്ച് ചെയ്യുന്നുണ്ട്, 30 lakhs ടച്ച് ചെയ്യുന്നുണ്ട്. സോ 15 lakhs കുറവായിട്ട് തോന്നും. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് ഒരു Tier 2 ബി സ്കൂളാണ്. സോ Tier 2 ബി സ്കൂൾ ആണെങ്കിൽ ഒരു നല്ല Tier 2 ബി സ്കൂളാണ്. സോ ഇതുവരെ ഞാൻ സംസാരിച്ചിരുന്ന ഒരു ടോപ്പ് 10-15 ബി സ്കൂൾസിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു 30 to 40 ഒരു റാങ്കിങ് ക്ലാസ്സിൽ വരുന്ന ബി സ്കൂൾസ് ആണ്. പക്ഷെ ഗുഡ് ബി സ്കൂൾസ് എന്ന് പറയുന്നത്, ഇത് മോശം ബി സ്കൂൾ ആണെന്നല്ല. പക്ഷെ those who are not targeting for the Tier 1 top 10 or those who feel that you can't make it to the top 10, you still have time, work hard for it, but keep this as a backup. Also people who are targeting for a level of B school, you can keep this as a backup. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു റേഞ്ചിൽ ഐ വുഡ് സേ ടാപ് മീ will be first, then Goa Institute of Management and Great Lakes ഒരു ലെവലിൽ ആൻഡ് KJ സോമയ്യ. ഈ 4 ഒരു 80 to 90% ഞാൻ നല്ല ബി സ്കൂൾസ് ആയിട്ട് കാണുന്നത്. XIMB, IMT, IMA ഇതിന്റെ മുകളിൽ ഒബ്വിയസ്ലി ഉണ്ടാവും. നൗ ടോക്കിംഗ് അബൌട്ട് അച്ചീവേഴ്സ് റൗണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ക്രൈറ്റീരിയയിൽ 40% എക്സാംസിനും 30% ഇന്റർവ്യൂവിനും ഉണ്ട്. സോ 70% നിങ്ങളുടെ കയ്യിലുണ്ട്. ആൻഡ് 15% അക്കാഡ്സ്, വർക്ക് എക്സ്പീരിയൻസ് 10%, 5% പ്രൊഫൈലിൽ നമുക്കൊന്നും ചെയ്യാനില്ല. സോ പക്ഷെ 70% നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ്. ഇപ്പൊ ഈവൻ ഒരു കുറച്ച് ലോ അക്കാഡ്സ് ഒക്കെ ആണെങ്കിൽ പോലും യു ആർ ഹാവിങ് എ സ്ട്രോങ് ചാൻസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. സോ കോളേജിനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 50 acre ക്യാമ്പസ്, വെരി ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, ഗോവയിലാണ്, പഞ്ചിമിലാണ്, ക്യാപിറ്റലാണ്. സോ ഇറ്റ് സംവെയർ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഗോവ. സോ ഗോവയുടേതായ ഒരു അറ്റ്മോസ്ഫിയറും ചില്ലിങ്ങും ഒക്കെ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. സോ ഒന്നുമില്ല, 3 രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നിൽ നിങ്ങൾ ഇഫ് യു ആർ വെരി ഷുവർ അബൌട്ട് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൂവർ 31st ഒക്ടോബറിന് മുന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കോഴ്സിനാണെങ്കിൽ 1750, 4 കോഴ്സിനാണെന്നുണ്ടെങ്കിൽ 2750. ആൻഡ് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു 2-3 കോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഫീസ് കൊടുക്കണം. സിമിലർലി ഏർലി ബേർഡ് എന്ന് പറയുന്നത് 28th നവംബറിന് മുന്നേ അപ്ലൈ ചെയ്യണം. 2000 rupees ആണ് സ്റ്റാർട്ടിംഗ് ഫീസ് വരുന്നത്. പിന്നെയുള്ള എല്ലാ അച്ചീവേഴ്സ് റൗണ്ട് ആണെങ്കിലും CAT 2023 റൗണ്ട് ആണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിലും ഏതിന് അപ്ലൈ ചെയ്താലും യു വിൽ ഹാവ് ടു പേ 2500 rupees ഫോർ 1 കോഴ്സ് ആൻഡ് 4000 rupees ഫോർ സംതിങ് ഇൻ ബിറ്റ്വീൻ. സോ ഇതിന്റെ രണ്ടിന്റെയും 4000 rupees ഫോർ ഓൾ ദി 4 കോഴ്സസ്. സോ സംതിങ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് കൊടുക്കേണ്ടി വരിക. ആൻഡ് ദെൻ ടോക്കിംഗ് അബൌട്ട് അച്ചീവേഴ്സ് റൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിന് ആരൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. സോ ബിഫോർ ദാറ്റ് ഐ വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ദി സ്കോളർഷിപ്സ്. സോ കുറെ സ്കോളർഷിപ്സ് ഉണ്ട്, മിക്കവാറും പല ബി സ്കൂൾസിനും കാണും. ഞാനിപ്പോൾ IMT ഗാസിയാബാദിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യും. സോ അതിനകത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 100% ഫീ വേവിയർ കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട്. സോ മോസ്റ്റ് ബി സ്കൂൾസ് ഡൂ ദാറ്റ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ IMT ഗാസിയാബാദ് ആണെങ്കിലും IMT ഗാസിയാബാദിൽ ഒരു 100% ഫീ വേവിയറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിമിലർലി വെൻ ഇറ്റ് കംസ് ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 5 lakh rupees സ്കോളർഷിപ്പ് അവരുടെ കോർ പ്രോഗ്രാം ആയിട്ടുള്ള PGDM-ൽ അവർ ഏതാണ്ട് 40 സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സിന് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന MBBS കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് അവർ 5 lakhs വേവിയർ കൊടുക്കുന്നുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി, അതായത് EWS കോട്ടയിൽ വരുന്ന 8 lakhs താഴെ ആനുവൽ ഇൻകം ഉള്ള ഫാമിലീസ് എന്നുള്ള ആൾക്കാർക്ക് അവർ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ്ലി വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഹോസ്റ്റലിന്റെയും ഫുഡിന്റെയും മാത്രം പൈസ നിങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും. സോ അതാണ് ടോക്കിംഗ് അബൌട്ട് സ്കോളർഷിപ്സ്. ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. സോ ഐ ഹാവ് ടോക്ക്ഡ് അബൌട്ട് ക്യാമ്പസ്, പ്രോഗ്രാംസ്, കട്ട് ഓഫ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നൗ ഐ വിൽ ടോക്ക് അബൌട്ട് ആരൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ കോഴ്സസിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. സോ ജനറൽ കാൻഡിഡേറ്റ് സ്റ്റുഡന്റ് ആണ്. ഇഫ് യു ആർ eyeing for a 90+% കൈൻഡ് ഓഫ് ബി സ്കൂൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന IMT ഗാസിയാബാദ് അല്ലെങ്കിൽ XIMB അല്ലെങ്കിൽ
IMI ഡൽഹി കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും, എല്ലാം കൊടുക്കാനുള്ള അത്ര പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും 2-3 കൊടുത്തിട്ടുണ്ടാവണം. സോ അത് ഒരു 90% കിട്ടിയാലുള്ള നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്. ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഡെഫിനറ്റ്ലി if you are a general candidate eyeing for somewhere around 90-95%, definitely you will need backups. സോ ആ ബാക്കപ്പിലുള്ള ഞാൻ പറയുന്ന 4 ഓപ്ഷൻസ് ഈ സ്റ്റാപ്മി, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഗ്രേറ്റ് ലേക്സ് അല്ലെങ്കിൽ KJ സോമയ്യ, ഈ 4 B സ്കൂൾസിൽ നോക്കുമ്പോൾ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഈ പറയുന്ന ഡെഫിനറ്റ്ലി യു വിൽ നീഡ് എ ബാക്കപ്പ് സിൻസ് യു ആർ eyeing for 90%. സോ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഓൾസോ മേക്ക് സെൻസ്, either in first mover or early bird. ഇനി ഏർലി ബേർഡിൽ കൊടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി യു വിൽ ഹാവ് സം ടൈം. കാറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് എങ്ങനെയുണ്ട് എൻ്റെ കാറ്റ് എന്നും കൂടി ആലോചിച്ചിട്ട് എഴുതാം. അവിടെ ശരിക്കും ഒരു 250 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. സോ മേ ബി യു ക്യാൻ വെയിറ്റ്, ഒരു 250 റുപ്പീസിന്റെ കേസ് ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഫസ്റ്റ് മൂവർ യു ക്യാൻ വെയിറ്റ് ടിൽ ഏർലി ബേർഡ് ഈസ് ഔട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു പെർസെന്റേജിലുള്ള കോളേജ് അല്ലെങ്കിൽ ഈ 80-90% ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് ഇരിക്കട്ടെ, ദെൻ സ്ട്രേറ്റ് അവേ യു ക്യാൻ ഗോ ആൻഡ് അപ്ലൈ ഫോർ ദി ഫസ്റ്റ് മൂവർ ഇറ്റ് സെൽഫ്. ഇനി അച്ചീവേഴ്സ് റൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ 2 രീതിയിൽ ഇവർ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഒന്ന് അച്ചീവേഴ്സ് റൗണ്ട് ത്രൂ ആണ്. അച്ചീവേഴ്സ് റൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഉടനെ തന്നെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ പ്രൊഫൈലിന്റെ ബേസിസിൽ. സോ എന്താണ് പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ വർക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലറിൽ നാഷണൽ ലെവൽ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാംസിന് CA, CWA പോലുള്ള എക്സാംസിന് നിങ്ങൾ ഒരു നാഷണൽ ടോപ്പറായി, അങ്ങനെയുള്ള രീതിയിലുള്ള എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ബിഫോർ 5th December. കാരണം 5th December ആണ് അച്ചീവേഴ്സ് റൗണ്ടിന്റെ ലാസ്റ്റ് ഡേറ്റ്. സോ ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഹാവിംഗ് എ സ്റ്റെല്ലാർ പ്രൊഫൈൽ, യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദി ക്രൗഡ്. ഡു അപ്ലൈ ബിഫോർ 5th December ഫോർ ദി അച്ചീവേഴ്സ് റൗണ്ട്. അപ്പൊ അച്ചീവേഴ്സ് റൗണ്ടിൽ കാറ്റ്, സാറ്റിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ തന്നെ നടത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കാറ്റിൽ ഒരു മിനിമം കട്ട് ഓഫ്, കാറ്റ് സാറ്റിന്റെ ഒരു മിനിമം കട്ട് ഓഫ് ദാറ്റ് വിൽ ബി ലൈക്ക് അറൌണ്ട് 5%. ആക്ച്വൽ കട്ട് ഓഫിനെക്കാളും കുറവായിരിക്കും. ഇപ്പൊ 85%ലാണ് യൂഷ്വലി അവർ എടുക്കുന്നതെങ്കിൽ ഒരു 80% തന്നെ നിങ്ങൾക്ക് അവിടെ പ്രൊഫൈൽ വെച്ചിട്ട് കയറാൻ പറ്റും. പക്ഷെ നോട്ട് വൺ തിങ്, നിങ്ങൾ അച്ചീവേഴ്സ് റൗണ്ടിൽ കയറി അവിടുത്തെ ഇന്റർവ്യൂവിൽ ഫെയിൽ ആയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി നോർമൽ ഇതിൽ കിട്ടില്ല. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തു അച്ചീവേഴ്സ് റൗണ്ടിന് ആൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ അത്ര നല്ലതല്ലെങ്കിൽ യു വിൽ ബി കൺസിഡേർഡ് ഫോർ ദി നോർമൽ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി കാറ്റ് 2023 20th December ആണ് നിങ്ങൾക്കുള്ള അൾട്ടിമേറ്റ് ഡെഡ് ലൈൻ. ശരിക്കും 2nd January എന്ന് പറയുമെങ്കിലും അതിൽ കാറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, സിമാറ്റ് വെച്ചിട്ട് എടുക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഡു അപ്ലൈ ബിഫോർ 20th December ഇഫ് യു വാണ്ട് ടു ഹാവ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇഫ് യു ഹാവ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ യുവർ റഡാർ. കാരണം 20th December ആകുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജും ഈ പറഞ്ഞ പോലെ കാറ്റൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ കീ ചിലപ്പോൾ ഔട്ടായിട്ടുണ്ടാവും. സോ ഓൾറെഡി യു നോ ഏകദേശം എത്രയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. സോ ദെൻ യു വിൽ ബി ഏബിൾ ടു ടേക്ക് എ ബെറ്റർ ഇൻഫോംഡ് ഡിസിഷൻ. അവിടെ ആണെങ്കിൽ 2500 രൂപ, അപ്പൊ ഏതാണ്ട് ഒരു 750 രൂപ നമ്മുടെ ഫസ്റ്റ് മൂവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുന്നുണ്ട്. പിന്നെ റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ SC ST PWD എന്തായാലും ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ഈ പറയുന്ന ഈ ഒരു കോളേജിന്റെ കട്ട് ഓഫിൽ നിങ്ങൾക്ക് ഈസിലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു എ ലോട്ട് ഓഫ് അതർ ഗുഡ് ഗവൺമെന്റ് ബി സ്കൂൾസ്. ബട്ട് നിങ്ങൾ EWS അല്ലെങ്കിൽ OBC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് ആസ് എ ബാക്കപ്പ് ഓപ്ഷൻ. ലൈക്ക് ഒരു 80-85% യു പ്രോബ്ലി വിൽ ഗെറ്റ് എ കോൾ ഫ്രം ഒരു ന്യൂ IIMs അല്ലെങ്കിൽ ബേബി IIMs അല്ലെങ്കിൽ പല റിസർവേഷൻസ് എടുക്കുന്ന ബി സ്കൂൾസിൽ നിന്നും കോള് വരാം. പക്ഷെ അവിടെ കുറച്ച് ഡൈസി ആയിരിക്കും. അതായത് നിങ്ങളുടെ ഇന്റർവ്യൂ അത്ര നന്നായിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബാക്കപ്പ് വേണ്ടി വരും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഈസ് എ ഗുഡ് ബാക്കപ്പ് ഓപ്ഷൻ. സോ ഇത് നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചോളൂ. സോ യു വിൽ ഹാവ് ടു അപ്ലൈ. എല്ലാം അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം OBC അല്ലെങ്കിൽ EWS സ്റ്റുഡൻസ് ഇഫ് യു ആർ കോൺഫിഡന്റ് ദാറ്റ് യു വിൽ സ്കോർ അബൌട്ട് 90% ആൻഡ് ഇഫ് യു വാണ്ട് എ ബാക്കപ്പ് ആയിട്ട് 4 കോളേജ് ഇപ്പം ടാപ്മി, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഗ്രേറ്റ് ലേക്സ് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ സ്യൂട്ടഡ് ആയിട്ട് തോന്നുന്നത് അതിൽ ഒരെണ്ണം ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ലെറ്റ്സ് വെയിറ്റ്. ടാപ്മിയുടെയും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൂടെ ഓപ്പൺ ആവട്ടെ. അതിന്റെ എല്ലാത്തിന്റെയും ഡെഡ് ലൈൻ എന്താണെന്ന് നോക്കി അതിന്റെ എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാം. നൗ ഫൈനൽ കോളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 lakhs എന്ന് പറയുന്ന ആവറേജ് പാക്കേജ് കേട്ടിട്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത്. ബിക്കോസ് എ ലോട്ട് ഓഫ് ഗുഡ് ബ്രാൻഡ്സ് ആർ വിസിറ്റിംഗ് ദി ക്യാമ്പസ്. കാരണം ഈ ഒരു ലെഗസി ഉള്ളത് കൊണ്ട് തന്നെ കമ്പനീസ് ലൈക്ക് ഈവൻ മൈക്രോസോഫ്റ്റ്, ഒപ്റ്റം,
ജനറൽ ഇലക്ട്രിക്സ്, പിന്നെ അതുപോലുള്ള അക്സെഞ്ചർ പോലുള്ള കമ്പനീസ് ഒക്കെ വന്ന് ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ലെഗസി. സോ ബ്രാൻഡ് വൈസ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഈസ് എ ഗുഡ് ബ്രാൻഡ്. ആൻഡ് 15 lakhs എന്ന് പറയുന്നത് ഈ ഒരു tier 2 വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈവൻ ഇഫ് യു ഗോ ഫോർ ബേബി AIMs ലൈക്ക് IIM, ബോധ്ഗയ, സിർമാർ, സംബൽപൂർ, ഈ ഒരു 15 lakhs റേഞ്ചിലാണ് അവിടെയും പാക്കേജ് കിട്ടുന്നത്. സോ പാക്കേജ് ഈസ് നോട്ട് ബാഡ്. നിങ്ങൾ ആ ഒരു ടോപ്പ് 10 കമ്പയർ ചെയ്തിട്ട് ഇത് വളരെ മോശമാണ് എന്നുള്ളൊരു പെർസെപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ ആസ് ഐ ടോൾഡ്, ഫോർ സം പീപ്പിൾ ഇറ്റ് വിൽ ബി ബാക്കപ്പ് ആണെന്നുള്ളവർക്ക് മേക്ക് എൻ ഇൻഫോം ഡിസിഷൻ. ഫോർ സം പീപ്പിൾ ഇതായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ് റേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു അപ്ലൈ ഫോർ ദിസ് വൺ. അച്ചീവേഴ്സ് റൗണ്ടിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കൊടുക്കുമ്പോൾ 3 എണ്ണമാണ് കൊടുക്കാൻ പറ്റുക, നിങ്ങളുടെ 3 ടോപ്പ് അച്ചീവ്മെന്റ്സ്. സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് അത് വളരെ വൃത്തിയിൽ ഫ്രെയിം ചെയ്ത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്. കാരണം അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുക, അവർ നിങ്ങളുടെ എല്ലാ കഥയും വായിച്ചിരിക്കാനുള്ള ടൈം അവർക്ക് ഉണ്ടാവില്ല. സോ മേക്ക് ഷുവർ യു മേക്ക് ഇറ്റ് ക്യാച്ചി ആൻഡ് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആസ് പോസിബിൾ. കുറെ ഹറിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ആസ് ഐ ടോൾഡ് യു, ലൈക്ക് ട്രാവലിംഗിലാണ്, റഷിലാണ്. ബട്ട് ഐ ബാഡ്ലി വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റൈറ്റ് നൗ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ഗോട്ട് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ബൈ.